ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 39ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്ത് നമ്മൾ കണ്ടത് സാങ്സാങ്ങിനെ കാണുന്നതിന് വേണ്ടി ആ കുന്ന് കഷ്ടപ്പെട്ട് കയറുന്ന നിൻകെയാണ്. എന്നാൽ അത് കണ്ട് ഹെവൻലി ഗോഡിൻ്റെ മകൾ ഒരു കല്ല് അവൻ്റെ നേരെ എറിഞ്ഞു. അതുകൊണ്ട് ആ കുന്നിൽ നിന്ന് അവൻ വീഴാൻ പോയതാണ്. പക്ഷെ എങ്ങനെയൊക്കെ ഒരു വള്ളിയിൽ പിടിച്ച് അവൻ അവിടെ നിന്നു. എന്നാൽ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമത്തിലാകുന്ന സാങ്സാങ് ദേഷ്യത്തോടെ ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറയുകയാണ്, യങ് മാസ്റ്ററിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്വയം മരിക്കും. അങ്ങനെ ചെയ്താൽ നീ കംപ്ലീറ്റ് ആയിരിക്കില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീയും ഇല്ലാതാവുന്നത് പോലെയാണ്. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ എപ്പോഴത്തേതും പോലെ ഒരു വികാരവുമില്ലാത്ത മുഖത്തോടു കൂടി അവളോട് പറയുകയാണ്, ഞാൻ നിന്നെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നീ അവനെ മറന്നു പൊക്കോളും. ശേഷം നീ പൂർണ്ണമായും എന്നിലേക്ക് ചേരും. അതിനുശേഷം ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മനുഷ്യരും മൃഗവും ഒന്ന് തന്നെയാണെന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുമ്പോൾ സാങ്സാങ് പറയുകയാണ്, ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യരുടെ ആവശ്യം മാത്രമല്ല, അത് ഒരുപാട് മെമ്മറീസ് തരും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സൂപ്പ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തരുന്നു. എന്നാൽ അത് കേട്ട് ദേഷ്യമാകുന്ന ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, നീ അത് നിർത്തുന്നില്ലെങ്കിൽ ഞാൻ അവനെ പണിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൻകെ സ്പർശിക്കുന്ന പാറയിൽ എന്തോ ചെയ്യുന്നു. അതുമൂലം വേദന അനുഭവപ്പെടുന്ന നിൻകെ പെട്ടെന്ന് തന്നെ പാറയിൽ നിന്ന് കൈയെടുക്കുമ്പോൾ അവൻ നിലത്തേക്ക് വീണു പോവുകയാണ്. എന്നാൽ അപ്പോഴും അവൻ നിലത്ത് വീണ് മരിക്കുന്നില്ല. മറ്റൊരു പാറയിൽ അവന് പിടികിട്ടുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ്, ഇപ്പോഴും അവനെ കൊല്ലണം എന്ന രീതിയിലുള്ള ഒരു മൂവും ഞാൻ നടത്തിയിട്ടില്ല. പി തടവറയിലായിരിക്കുന്ന തടവറയുടെ അടുത്തുകൂടിയാണ് നിൻകെ വീണത്. നിൻകയുടെ ശബ്ദം കേട്ടപ്പോൾ പി തിരിഞ്ഞു നോക്കി. എന്നാൽ അപ്പോഴേക്കും അടിയിലേക്ക് പോയതുകൊണ്ട് തന്നെ നിൻകയെ അവൻ കണ്ടില്ല. അതിനുശേഷം പാറയിൽ പിടികിട്ടിയ നിൻകെ വീണ്ടും കയറി തുടങ്ങുന്നു. സാങ്സാങ്ങിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അവൻ സഹിക്കുകയാണ്. അപ്പോഴേക്കും നിൻകയുടെ ശബ്ദം കേട്ട് അത് നിൻകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പി ജനലിൻ്റെ അടുത്തേക്ക് വന്നു. നിൻകയാണെങ്കിൽ പതുക്കെ പിടിച്ച് കയറി മുകളിൽ എത്തിയപ്പോൾ അവനെ കണ്ടു. നിൻകയെ കണ്ട് പി പേടിച്ചൊന്നു വീഴാൻ പോകുന്നുണ്ട്. അതിനുശേഷം പരസ്പരം ഒരേ സമയം അവർ ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ? ശേഷം നിൻകയെ പിടിച്ചു കയറ്റി വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പി പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു വേണം ഇവിടേക്ക് വരാൻ. എന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുകയാണ്. അവനെ രക്ഷിക്കാനാണ് നിൻകെ വന്നതെന്നാണ് അവൻ കരുതിയത്. എന്നാൽ നിൻകെ പറയുകയാണ്, ഞാൻ സാങ്സാങ്ങിന് വേണ്ടിയാണ് വന്നത്. പെട്ടെന്ന് അത് കേട്ട് പി കൈ വിടുന്നുണ്ട്. എന്നാൽ നിൻകെ പിടിച്ചു നിന്നതുകൊണ്ട് വീണില്ല. ശേഷം പി ചോദിക്കുകയാണ്, സാങ്സാങ് ഇവിടെയുണ്ടോ? സാങ്സാങ് ഇവിടെയുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അത് ആ ഡ്രിങ്കർ കൊടുത്തുവിട്ട സന്ദേശം മൂലമാണെന്ന് നിൻകെ പറയുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ പി പറയുകയാണ്, അത് സാങ്സാങ്ങിൻ്റെ വാക്കുകൾ പോലെ തോന്നുന്നില്ലല്ലോ. നിൻകെ പറയുകയാണ്, പഴയ സാങ്സാങ് അങ്ങനെ ഒരിക്കലും പറയില്ല. എന്നാൽ അവളുടെ ഉള്ളിലുള്ള ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് അവൾ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയത്. പി പറയുകയാണ്, അതിനു വേണ്ടിയാണോ ഇത്രയൊക്കെ സഹിച്ച് നീ ഇവിടെ എത്തിച്ചേർന്നത്? ഇവിടെ ഒരു ഡെവിൾ ഉണ്ട്. ഷീലിങ്ങിൻ്റെ അധികാരി പറയുന്നത് അത് ഹെവൻലി മെയ്ഡ് ആണെന്നാണ്. ഡോട്ടർ ഓഫ് ഡിസീസ് എന്നറിയപ്പെട്ട സാങ്സാങ് എങ്ങനെയാണ് ഹെവൻലി ഗോഡിൻ്റെ മകളായി തീർന്നത്? അതുകൂടാതെ ഇനി എന്താണ് നിന്റെ നെക്സ്റ്റ് പ്ലാൻ? നിൻകെ അപ്പോൾ പറയുകയാണ്, അവൾ സാങ്സാങ് ആണെങ്കിൽ ഇവിടെ തന്നെ അവളെ പിടിച്ചു നിർത്തണം. ഫൂസിയുടെയും പദ്ധതി അത് തന്നെയായിരുന്നു, അക്കാദമിയുടേതും. ഇതിൻ്റെ റിസൾട്ട് ഹെവൻലി ഗോഡിൻ്റെ മകളുമായിട്ടുള്ള ഒരു വാറ് തന്നെയാണ്. അതിന് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മുടെ ഭാഗത്തായിരിക്കുമെന്ന് മാത്രം. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്ലാൻ തന്നെ അക്കാദമി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ യുദ്ധം ഇവിടെ വെച്ചായിരിക്കും തുടങ്ങുന്നത്. പിയുടെ ചെവിയിലാണ് ആ രഹസ്യം നിൻകെ പറയുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം താൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് പി ചോദിക്കുമ്പോൾ നിൻകെ നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നു. സാങ്സാങ് ഇതേ സമയം ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറയുകയാണ്, പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് യങ് മാസ്റ്റർ. അവൻ തടവറയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യങ് മാസ്റ്റർ വെറുതെ ഇരിക്കില്ല. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ്, അതിനു വേണ്ടി തന്നെയാണ് അവനെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീഴ്ത്താതിരുന്നത്. അവൻ പിയെ കാണുന്നതിന് വേണ്ടി തന്നെ. നിൻകെ ഇതേ സമയം പിയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്താണ് ഇവിടെ ലോക്കിലായിരിക്കുന്നത്? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കാണില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവൻ തടവറയിലായതെന്നുള്ള കാര്യം അവൻ പറയുന്നു. അത് വീണ്ടും ആവർത്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. പി തുടർന്ന് പറയുകയാണ്, എൻ്റെ ബോഡി പ്യൂറസ്റ്റ് ആയിട്ടുള്ള ബോഡിയാണ്. ഞാൻ പ്രകാശത്തിൻ്റെ ദൂതനാണ്. എന്നിലൂടെ അവൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ കാരണം ഫൂസിക്ക് എതിരെ അവൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത്. നിൻകെ പറയുകയാണ്, നീ ഒന്നും പറയണ്ട, നീ ചിന്തിക്കുന്ന കാര്യം പോലും ഹെവൻലി ഗോഡിൻ്റെ മകൾ അറിയരുത്. പി അപ്പോൾ പറയുകയാണ്, അവൾ ഹെവൻലി ഗോഡിൻ്റെ മകളാണ്, എല്ലാം തന്നെ അറിയും, ഈ സംസാരിക്കുന്നത് പോലും. അത് കേട്ട് കഴിയുമ്പോൾ ഉച്ചത്തിൽ നിൻകെ പറയുകയാണ്, അതൊന്നും ഞാൻ കെയർ ചെയ്യുന്നില്ല.
അവൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങില്ല. പി അപ്പോൾ അവനോട് ശബ്ദം കുറച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ട് വേറെ ആരെയൊക്കെ അക്കാദമി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നു. എന്നാൽ നിനക്ക് തന്നെ മാത്രമേ വിട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പി ചോദിക്കുകയാണ്, ഹെവൻലി ഗോഡിൻ്റെ മകളെ നിനക്ക് തോൽപ്പിക്കാനാകില്ല. അപ്പോൾ നിനക്ക് പറയുകയാണ്, അവൾ സാങ്സാങ് ആണെങ്കിൽ എന്നെ ഒരിക്കലും കൊല്ലില്ല. അപ്പോഴേക്കും പിയുടെ അടുത്തേക്ക് ആരോ വരുന്നതായിട്ട് കാണുമ്പോൾ നിനക്ക് ഒളിക്കുന്നു. പിന്നെ ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്ന ഷീലിങ്ങിൻ്റെ അധികാരിയെ കാണിക്കുന്നു. ആദ്യം അവൻ വന്ന യഥാർത്ഥ കാര്യം പറയാനൊന്നും മടിക്കുന്നു. എന്നാൽ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, എൻ്റെ അടുത്ത് ആരെങ്കിലും നുണ പറയിക്കുകയാണെങ്കിൽ അവർക്ക് മരണശിക്ഷയായിരിക്കും ലഭിക്കുക. അപ്പോൾ ഷീലിങ്ങിൻ്റെ അധികാരി വന്ന കാര്യം അങ്ങോട്ട് പറയുകയാണ്. പി അക്കാദമിയിലെ ഒരു ശിഷ്യൻ കൂടിയാണ്. അവനെ പ്രകാശത്തിൻ്റെ ദൂതനാക്കി എന്ന് കേട്ടാൽ അക്കാദമിയിലുള്ളവർ ഇവിടെ എത്തും. ഹെവൻലി ഗോഡിൻ്റെ മകൾ അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാമല്ലോ. ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അതെ, ഞാൻ അക്കാദമിക്ക് എഴുതാൻ പോവുകയാണ് പി പ്രകാശത്തിൻ്റെ ദൂതനായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരിപാടിയിലേക്ക് ഫസ്റ്റ് ബ്രദറിനെയും ക്ഷണിക്കുന്നു. നിങ്കയുടെ കൂടി ബെസ്റ്റ് ഫ്രണ്ടാണ് പി. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ അവർ ഇവിടെ എത്തും. എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടുത്തണ്ട എന്ന് ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുന്നു. അതിനുശേഷം അയാളോട് പൊക്കോളം പറയുമ്പോഴേക്കും സാങ്സാങ് പ്രത്യക്ഷമായിട്ട് ഹെവൻലി ഗോഡിൻ്റെ മകളോട് ഷീലിങ്ങിൻ്റെ അധികാരിയോട് തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നു. ഷീലിങ്ങിൻ്റെ അധികാരിക്കൊന്നും സാങ്സാങ്ങിനെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ചിലർക്ക് സാങ്സാങ്ങിനെ മാത്രമായിട്ടും ചിലർക്ക് ഹെവൻലി ഗോഡിൻ്റെ മകളെ മാത്രമായിട്ടും കാണുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും അവരിൽ ഒരാളെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരേ സമയം രണ്ടുപേരെയും ആർക്കും കാണാൻ സാധിക്കില്ല. തൻ്റെ പ്രിയപ്പെട്ട സൂപ്പ് ഉണ്ടാക്കി തരാനാണ് ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറഞ്ഞത്. അത് ഷീലിങ്ങിൻ്റെ അധികാരിയോട് പറഞ്ഞപ്പോൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഒരു ദൂതനെ അയക്കുന്നു. ആ ദൂതൻ ചെന്ന് കിച്ചണിലുണ്ടായിരുന്നവരോട് ആ സൂപ്പ് ഉണ്ടാക്കാൻ അറിയുന്നത് ആർക്കാണെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിറകെല്ലാം നിലത്തിട്ട് തനിക്കറിയാമെന്ന രീതിയിൽ നിക്ക് കൈ പൊക്കുന്നു. അപ്പോഴേക്കും നിക്ക് ഉറപ്പിച്ചിരുന്നു അത് സാങ്സാങ് തന്നെയാണെന്ന്. കാരണം സാങ്സാങ്ങിന് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ആണല്ലോ ഉണ്ടാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാങ്സാങ് അല്ലാതെ വേറെ ആരും അവിടെ അത് ആവശ്യപ്പെടില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചാണ് അവൻ അത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് ഉണ്ടാക്കി കഴിഞ്ഞ് അവൻ തന്നെ ഓടിച്ചെന്ന് അത് കൊണ്ടുപോയി കൊടുക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് അതിന് സമ്മതിച്ചില്ല. ലോങ്കിൻ രാജകുമാരൻ അവിടെ വന്നതുകൊണ്ട് തന്നെ ലോങ്കിൻ രാജകുമാരനാണ് അതിനുശേഷം ആ ഭക്ഷണവുമായിട്ട് അകത്തേക്ക് കയറുന്നത്. അകത്തെത്തി ഹെവൻലി ഗോഡിൻ്റെ മകളെ വണങ്ങിക്കൊണ്ട് ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, ഞാൻ പാപിയാണ്, അങ്ങേക്ക് വേണ്ടി എന്തും തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, സ്വന്തം ജീവൻ ത്യജിക്കാൻ പോലും. എന്നാൽ നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് ഹെവൻലി ഗോഡിൻ്റെ മകൾ ചോദിക്കുന്നത്. അപ്പോഴേക്കും അവിടെ സാങ്സാങ് പ്രത്യക്ഷമായിട്ട് അത് എൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണെന്ന് പറയുന്നു. ലോങ്കിൻ രാജകുമാരനാകട്ടെ അത് ഹെവൻലി ഗോഡിൻ്റെ മകൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് പറയുന്നു. സാങ്സാങ് അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറയുകയാണ്, ഇവൻ ഒരിക്കൽ ഞങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ തന്നെ ലോങ്കിൻ രാജകുമാരനോട് പറയുകയാണ്, ഇനി ഒരിക്കലും നിന്നെ ഞാൻ കണ്ടുപോകരുത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷമത്തോടെയാണ് ലോങ്കിൻ രാജകുമാരൻ അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോഴാണ് എന്തുകൊണ്ട് ചിലർക്ക് മാത്രം സാങ്സാങ്ങിനെയും ചിലർക്ക് മാത്രം ഹെവൻലി ഗോഡിൻ്റെ മകളെയും കാണുന്നതെന്ന് മനസ്സിലായത്. ഹെവൻലി ഗോഡ് വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ എന്തും തന്നെ അവൾക്ക് ചെയ്യുവാൻ സാധിക്കും. മുമ്പൊരിക്കൽ ഒരു കടയിൽ വെച്ചാണ് സാങ്സാങ്ങിൻ്റെ രൂപം മാത്രം വിസിബിൾ ആയതും ഹെവൻലി ഗോഡിൻ്റെ മകൾ വിസിബിൾ ആകാതിരുന്നതും. കാരണം അന്ന് സാങ്സാങ്ങിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു ഓർഡർ ചെയ്തത്. അവൾക്ക് കഴിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഒരാൾ മാത്രം പ്രത്യക്ഷമായത്, അതായത് സാങ്സാങ് മാത്രം. വേണമെങ്കിൽ ഒരേ സമയം അവർക്ക് രണ്ടു പേർക്കും പ്രത്യക്ഷമാകാം. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നാണ്. അവർ രണ്ടുപേരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ശക്തി വിഭജിക്കുന്നത് പോലെ ആയിരിക്കും. ലോങ്കിൻ രാജകുമാരൻ പോയി കഴിയുമ്പോഴാകട്ടെ സാങ്സാങ് പറയുകയാണ്, അവൻ സ്മാർട്ടാണെന്നാണ് അവൻ്റെ വിചാരം, പക്ഷെ അവൻ സ്റ്റുപ്പിഡാണ്. നിങ്കി ആകട്ടെ വിഷമത്തോടെയാണ് കിച്ചണിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടുത്തെ പണികളെല്ലാം എടുക്കുന്നത്. കാരണം അവിടെ കയറാൻ അവന് സാധിച്ചില്ലല്ലോ. എന്തൊക്കെ വന്നാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, താൻ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് നിങ്കി അറിയിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ആ ഭക്ഷണ പദാർത്ഥം തന്നെ തനിക്ക് വേണമെന്ന് സാങ്സാങ് പറഞ്ഞത്. അതിനുശേഷം നിങ്കി ഇങ്ങനെ ആലോചിക്കുകയാണ്, ലോങ്കിൻ രാജകുമാരൻ ഹെവൻലി ഗോഡിനെ കാണാൻ പോയിരിക്കുകയാണ്. സാങ്സാങ് അവനെ തിരിച്ചറിയുമോ? സാങ്സാങ് ഇതേ സമയം ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത് കണ്ടു കഴിയുമ്പോൾ തന്നെ പറയുകയാണ്, ഇതെൻ്റെ യങ് മാസ്റ്റർ ഉണ്ടാക്കിയതാണ് തീർച്ചയായും. പിന്നെ കാണിക്കുന്നത് ലൈറ്റ് ഹാൾ കോൺഫറൻസിനെ കുറിച്ച് സംസാരിക്കുന്ന അറവുകാരനെയും കുടിയനെയുമാണ്. അപ്പോൾ അറവുകാരൻ പറയുകയാണ്, ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഹെവൻലി ഗോഡ് സ്വർഗത്തിലേക്ക് നമ്മളെയും കൊണ്ടുപോകുമോ? അപ്പോൾ കുടിയൻ പറയുകയാണ്, എനിക്ക് ജീവിച്ചൊക്കെ മതിയായി, ഞാൻ എന്തിനും തയ്യാറാണ്. എന്നാൽ ആ അറവുകാരൻ അതിനോട് യോജിക്കുന്നില്ല. മരിക്കുന്നതിനേലും ബെറ്റർ ജീവിക്കുന്നതാണെന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷക്കാലം താൻ ഒളിച്ചിരുന്നതെന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും അവിടെ ഷിയൂഷു എത്തുന്നതായി കാണിക്കുന്നു.
വെറും സ്മെല്ലിലൂടെ ഷിയോഷുവിൻ്റെ സാന്നിധ്യം അവർ മനസ്സിലാക്കുന്നു. അവൻ ആരാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഷിയോഷു ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നു. അപ്പോൾ കവിതയ്ക്ക് വേണ്ട കുറച്ച് വരികൾ താൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് കുടിയൻ കുറച്ച് വരികൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ബാക്കി ഷിയോഷുവും പറയുന്നതായി കാണിക്കുന്നു. അവസാനം ആ കുടിയൻ തന്നെ അതെല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നു. അതിനോട് യോജിച്ചുകൊണ്ട് ഷിയോഷുവും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അറവുകാരൻ പറയുകയാണ്, കുറേ നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു വ്യക്തി ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. ഷിയോഷുവിനെ അവർക്ക് ചെറിയ സംശയം തോന്നി. അറവുകാരൻ പറയുകയാണ്, അവൻ്റെ കൈ ഞാൻ ശ്രദ്ധിച്ചു, വാള് പിടിക്കുന്ന കൈയാണത്. അവൻ്റെ ഗന്ധവും വളരെ സ്ട്രേഞ്ച് ആയിരുന്നു എന്ന് കുടിയൻ അപ്പോൾ പറയുന്നു. അതിനുശേഷം അയാൾ തന്നെ പറയുകയാണ്, ചിലപ്പോൾ അവനൊരു പിടിച്ചുപറിക്കാരനായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് അവൻ്റെ ജീവിതത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് ഉറപ്പ്. അല്ലെങ്കിൽ അവനൊരു ഹീറോ ആയിരിക്കും. എന്തൊക്കെ വന്നാലും അവനൊരു സാധാരണ വ്യക്തിയായിരിക്കും. എന്നാൽ അറവുകാരൻ അതിനോട് യോജിക്കാതെ ഷിയോഷുവിനെ അവിടുന്ന് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കുന്നു. അതിന് ഒരുങ്ങുമ്പോൾ ആ കുടിയൻ തന്നെ അത് തടയുന്നുണ്ട്. കുടിക്കാനൊക്കെ അവനെ നമുക്കൊരു കൂട്ടായിട്ട് എടുക്കാമെന്ന് പറയുമ്പോൾ അറവുകാരൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഇങ്ങനെ പോയാൽ ഉടനെ തന്നെ നീ മരിക്കും, കുറേ നാൾ നമ്മൾ ജീവിച്ചതാണ്. എന്നാൽ അതെല്ലാം തന്നെ കുടിയൻ ചിരിച്ചു തള്ളുകയാണ്. പിന്നെ ആ കുന്നിൽ പിടിച്ചു കയറി വീണ്ടും പീപ്പിയെ കാണാൻ വരുന്ന നിങ്കിയെ കാണിക്കുന്നു. അതിനുശേഷം സാങ്സാങ്ങിന് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ചൊക്കെ പീപ്പിയോട് പറയുന്നു. പീപ്പിക്കും അപ്പോൾ ഉറപ്പാകുന്നു അവൾ സാങ്സാങ് തന്നെയാണെന്ന്. അപ്പോൾ വീണ്ടും ആരോ വരുന്നതായി കാണുമ്പോൾ നിങ്കി അടിയിലേക്ക് മാറി ഒളിച്ചു നിൽക്കുന്നു. പീപ്പിയെ കാണാൻ വന്നത് വേറെ ആരുമായിരുന്നില്ല, ലോങ്കിൻ രാജകുമാരനായിരുന്നു. പ്രകാശത്തിന്റെ ദൂതനായിട്ട് പീപ്പിയെ തെരഞ്ഞെടുത്തതിൽ ലോങ്കിൻ രാജകുമാരന് പുച്ഛമാണ്. നിങ്കി ആ സംസാരമെല്ലാം കേൾക്കുന്നുണ്ട്. പീപ്പി ലോങ്കിൻ രാജകുമാരനോട് പറയുന്നത് അവൻ ചതിയനാണ്, എന്ത് ധൈര്യത്തിലാണ് അവൻ ഇങ്ങോട്ട് വന്നത്, അവനെ യേക്കോങ്ങി കണ്ടു കഴിഞ്ഞാൽ അവനെ കൊല്ലും എന്നൊക്കെയാണ്. പീപ്പിയെ ആകട്ടെ ലോങ്കിൻ രാജകുമാരൻ ലൂസർ എന്നൊക്കെ വിളിക്കുന്നു. അത് കേട്ട് ദേഷ്യത്തോടെ പീപ്പി അവനോട് ചോദിക്കുകയാണ്, എന്നോട് പ്രതികാരം വീട്ടാനാണോ നീ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ അസൂയ കൊണ്ടോ? ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, ഒരിക്കലുമില്ല, നിന്നെപ്പോലെ ഒരു മകനെയാണല്ലോ ടെമ്പിൾ മാസ്റ്ററിനെ കെട്ടിപ്പോയത്. എന്നാൽ തൻ്റെ ഫാദറിന് താൻ ഉപകാരപ്പെട്ടവനാണെന്ന് പീപ്പി പറയുന്നു. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, ശരിയായിരിക്കാം, പക്ഷേ ഇപ്പോൾ ടെമ്പിൾ മാസ്റ്ററിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഒരു സാധാരണ വ്യക്തിയെക്കാളും. പക്ഷെ അവൻ്റെ കാര്യങ്ങൾ നോക്കാനാകട്ടെ ആരുമില്ല താനും. ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കാം, പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. എനിക്ക് ഷീസു ടെമ്പിളിൽ വീണ്ടും കയറി പറ്റണം. ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശിഷ്യൻ നോക്കി നടത്തുന്ന സ്ഥലമാണ് ഷീസു ടെമ്പിൾ. അവിടെ വെച്ചാണ് ലോങ്കിൻ രാജകുമാരന് ശക്തിയൊക്കെ കിട്ടിയത്. പീപ്പി അപ്പോൾ പറയുകയാണ്, ഞാനൊരു ലൂസറാണെന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പോൾ എന്നെ കൊണ്ട് ഉപകാരമില്ലേ? പക്ഷേ നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല. ലോങ്കിൻ രാജകുമാരൻ അപ്പോൾ പറയുകയാണ്, നിന്റെ ഫാദറിനെ നോക്കാൻ ഇപ്പോൾ ആളെ ആവശ്യമുണ്ട്. അപ്പോൾ പീപ്പി പറയുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ ഫാദറാണ് അതിൻ്റെ അധികാരി. ഫാദർ അനുവദിച്ചാൽ മാത്രമേ അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഹെവൻലി ഗോഡിൻ്റെ ആ മകൾ മാത്രമേ എൻ്റെ ഫാദറിനോട് ഡിസ്റെസ്പെക്റ്റോടെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും പീപ്പി അവസാനം ലോങ്കിൻ രാജകുമാരനെ അടുത്ത് വിളിച്ച് രഹസ്യമായിട്ട് എന്തോ പറയുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം ലോങ്കിൻ രാജകുമാരന് മനസ്സിലാകുന്നില്ല. അത് ചോദിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതും ലോങ്കിൻ രാജകുമാരന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. പീപ്പി അപ്പോൾ പറയുകയാണ്, ഇതും മനസ്സിലായില്ലെങ്കിൽ എൻ്റെ ഫാദറിന് നീ യോഗ്യനല്ല. അതിനുശേഷം ലോങ്കിൻ രാജകുമാരൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഒളിച്ചു നിൽക്കുകയായിരുന്ന നിങ്കെ പിടിച്ചു കയറി മുകളിലേക്ക് വരുന്നു. പീപ്പി അവനോട് ചോദിക്കുകയാണ്, ലൈറ്റ് ഹോൾ കോൺഫറൻസിന് ഇനി 2 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങളുടെ വലിയ ആ പദ്ധതി. അപ്പോഴേക്കും നിങ്കി അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അവർ ചിന്തിക്കുന്നത് പോലും ഹെവൻലി ഗോഡിൻ്റെ മകൾ മനസ്സിലാക്കും, അതുകൊണ്ടാണ്. നിങ്കി തുടർന്ന് പറയുകയാണ്, നിന്നെ പ്രകാശത്തിൻ്റെ ദൂതനായിട്ട് തിരഞ്ഞെടുത്തത് വെറുതെയല്ല, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ വരുമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. ഞാൻ മാത്രമല്ല, അക്കാദമി മുഴുവനും. പീപ്പി അപ്പോൾ പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാനൊരു ഇരയാണല്ലേ? ശേഷം വളരെ ആകുലതയോടെ പറയുകയാണ്, ഇല്ല, അതൊരിക്കലും നടക്കാൻ പാടില്ല. നിങ്കി, നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളൂ, നിനക്ക് അവളെ കീഴടക്കാനാകില്ല. നിങ്കി അപ്പോൾ പറയുകയാണ്, യാൻസെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കില്ല എന്ന് കാണുമ്പോൾ ഓടി രക്ഷപ്പെട്ടോളാൻ. പക്ഷേ ഹെവൻലി ഗോഡിൻ്റെ മുന്നിൽ നിന്ന് എവിടെ ഓടി രക്ഷപ്പെടാൻ? അതുകൂടാതെ നിന്റെ ലൈഫ് അത്രയ്ക്ക് നിസ്സാരമാണോ? കെയർഫുൾ ആയിരിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്കി അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു. പിന്നെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമിയിലെ മറ്റുള്ള സഹോദരന്മാരെ കാണിക്കുന്നു. 7th സിസ്റ്ററിൻ്റെ കുക്കിംഗ് നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് എല്ലാവരും അപ്പോൾ പറയുന്നു. അത് പീപ്പി ഉണ്ടാക്കിയ ആ പോട്ടിൻ്റെ ഗുണമാണെന്ന് 7th സിസ്റ്ററും പറയുന്നു. മറ്റുള്ള സഹോദരന്മാർ അതുകൊണ്ട് ഇപ്പോൾ ഉപകാരമുണ്ടായി എന്നും പറയുന്നു. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ്, 2 പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, ഷിയോഷു ആ അറവുകാരനെയും കുടിയനെയും കണ്ടുപിടിച്ചു എന്നതാണ്. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, നല്ല കാര്യം, എൻ്റെ പവർ ഉപയോഗിച്ച് ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് ബ്രദർ പറയുന്നത്, പ്രകാശത്തിൻ്റെ ദൂതനായിട്ട് ലൈറ്റ് ഹോൾ പാലസിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് പീപ്പി ആണ്.
അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നു. എല്ലാ സഹോദരന്മാരും അതിനുശേഷം ഒരുമിച്ച് പറയുകയാണ്, നമ്മുടെ സഹോദരനെ ഉടനെ തന്നെ അവിടുന്ന് കൊണ്ടുവരണം, ഇതൊക്കെ അവരുടെ ഒരു മറവാണ്. തേർഡ് സിസ്റ്റർ അപ്പോൾ പറയുകയാണ്, നിങ്ങൾ ശാന്തരാകുവിൻ, ഇത് അവരുടെ ട്രിക്കാണ്, നമ്മളെ അവിടെ എത്തിക്കാനുള്ള ട്രിക്ക്. അപ്പോൾ മറ്റൊരു സഹോദരൻ ചോദിക്കുകയാണ്, അപ്പോൾ ഒന്നും ചെയ്യാതെ നമ്മളിവിടെ വെറുതെ ഇരിക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ അതിന് താൻ പോകാമെന്ന് സെക്കൻഡ് ബ്രദർ പറയുന്നു. സെവൻ സിസ്റ്റർ പറയുകയാണ്, ഈ ഒരു അവസ്ഥയിൽ നീ പോകരുത്, പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ PPയെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, സെക്കൻഡ് ബ്രദർ അങ്ങോട്ട് പോകണ്ട, അത് നമ്മുടെ പ്ലാനിനെ ദോഷകരമായിട്ട് ബാധിക്കും. അതുമാത്രമല്ല മറ്റുള്ള സഹോദരന്മാരോടും അവരുടെ ഇപ്പോഴത്തെ സ്കില്ല് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു യൂസും ഉണ്ടാകില്ല എന്ന് പറയുന്നു. തേർഡ് സിസ്റ്റർ പറയുകയാണ്, അതുമാത്രമല്ല നിങ്കയുടെ പ്ലാനിനെയും അത് ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെയെങ്കിൽ PPയെ ആര് രക്ഷിക്കുമെന്ന് മറ്റുള്ള സഹോദരന്മാർ പറയുന്നു. അപ്പോഴേക്കും ഷിയോതാങ് ഓടി വന്ന് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. എന്നാൽ ഫസ്റ്റ് ബ്രദർ സമ്മതിക്കുന്നില്ല, അവൾ അടുത്ത ജനറേഷനിലെ ശിഷ്യയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഷിയോതാങ് ഇപ്രാവശ്യം അത് തുറന്നു പറയുകയാണ്, അവൻ എൻ്റെ അങ്കിളാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്, എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഞാൻ അവനെ രക്ഷിക്കാൻ പോകും. അപ്പോൾ തേർഡ് സിസ്റ്റർ പറയുകയാണ്, അവളെ അതിനെ അനുവദിക്കാം, ഇത് ഷീലിങ്ങിൻ്റെ അധികാരിയുടെ മാത്രം പ്ലാൻ ആയിരിക്കില്ല, അത് ഹെവൻലി ഗോഡിൻ്റെ മകളുടെ കൂടി ഉത്തരവായിരിക്കണം. ഇത് ഹെവൻ്റെ തീരുമാനമാണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, നമ്മുടെ ശക്തി കൊണ്ടും സ്ട്രോങ് ഡിറ്റർമിനേഷനും കൊണ്ടും മാത്രമേ അതിന് കാര്യമുള്ളൂ, അത് ഷിയോതാങ്ങിനുണ്ട്. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, കെയർഫുൾ ആയിരിക്കണം, ഒരുപാട് അപകടങ്ങളെ നിനക്ക് നേരിടേണ്ടി വരും, എങ്കിലും കാമായിരിക്കണം. തേർഡ് സിസ്റ്റർ പറയുകയാണ്, എനിക്ക് നിൻ്റെ കൂടെ വരാൻ സാധിക്കില്ല, നമ്മുടെ ക്ലാനിൻ്റെ കത്തിയും ക്ലാനിനെയും കൊണ്ടുപോയിക്കോളൂ. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നെ ടെമ്പിൾ മാസ്റ്ററിനെ കാണാൻ വന്നിരിക്കുന്ന ലോങ്കിൻ രാജകുമാരനെ കാണിക്കുന്നു. വന്ന ഉടനെ തന്നെ താൻ യൂസ്ലെസ് ആണ്, തന്നെ പണിഷ് ചെയ്താലും എന്ന് ലോങ്കിൻ രാജകുമാരൻ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഫൂസിയല്ല, അതുപോലെ തന്നെ നിങ്കയുടെ അത്രയും കഴിവ് നിനക്കുമില്ല, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, അങ്ങയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി തന്നെ. എന്നാൽ ദേഷ്യത്തോടെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ടെമ്പിൾ മാസ്റ്റർ ചോദിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരിക്കലെങ്കിലും നിന്റെ കണ്ണ് ഗ്രേ കളർ ആകുമെന്നാണ് ഞാൻ കരുതിയത്, ശക്തി ആർജിച്ചെടുക്കുന്ന സമയത്താണ് ഗ്രേ കളർ കണ്ണാവുന്നത്, മറ്റുള്ളവരുടെ ശക്തി ആർജിക്കുന്ന സമയത്ത്. എന്നാൽ താൻ അങ്ങനെ ഒരു റിബലാകില്ല എന്ന് മുട്ടുകുത്തി ലോങ്കിൻ രാജകുമാരൻ പറയുന്നു. അപ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, പാതി ശരീരമുണ്ടായ ആ സെയിൻ്റാണ് ഒരു വിധത്തിൽ നിന്റെ മാസ്റ്റർ, എന്നിട്ടും അയാളുടെ ശക്തി മുഴുവനും നീ അവസാനം ഊറ്റിയെടുത്തില്ലേ, അതുകൊണ്ട് റിബൽ എന്ന വാക്ക് തന്നെയാണ് നിനക്ക് ചേർന്നത്. അപ്പോൾ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ലോങ്കിൻ രാജകുമാരൻ പറയുന്നു. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ ശാന്തനായിട്ട് അവനോട് എഴുന്നേക്കാൻ പറയുന്നു. ശേഷം ടെമ്പിൾ മാസ്റ്റർ തുടർന്ന് പറയുകയാണ്, മുമ്പൊരിക്കൽ നിന്നെ കണ്ടപ്പോൾ നിന്റെ ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നില്ല, പേടിയും. നിന്നിൽ അന്ന് ഉണ്ടായിരുന്ന ആ തീഷ്ണത ഉണ്ടായെങ്കിൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ആർജിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഒന്നും നേടാനാകില്ല. അപ്പോൾ തനിക്ക് എല്ലാം മനസ്സിലായി എന്ന് ലോങ്കിൻ രാജകുമാരൻ പറയുന്നു. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ശേഷം ഹെവൻലി ഗോഡിൻ്റെ മകളെ പറ്റി ചോദിച്ചതിന് ശേഷം അവളെ നീ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ എക്സിസ്റ്റൻസ് അവളാണല്ലോ, അപ്പോൾ തീർച്ചയായും അവളെ ഭയപ്പെടുന്നു എന്ന് ലോങ്കിൻ രാജകുമാരൻ പറയുന്നു. ദേഷ്യത്തോടെ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്, നീ ഇപ്പോൾ യൂസ്ലെസ് ആണെന്ന്, നിന്റെ ഉള്ളിൽ ഭയമുണ്ട്, അങ്ങനെയെങ്കിൽ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ലോങ്കിൻ രാജകുമാരൻ ചോദിക്കുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, PPയെ ഇങ്ങോട്ട് കൊണ്ടുവരണം, PPയെ രക്ഷിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ലോങ്കിൻ രാജകുമാരൻ പറയുകയാണ്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കോൺഫറൻസ് മുടങ്ങില്ലേ? ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, അതെ മുടങ്ങും, പിന്നെ ഹെവൻലി ഗോഡിന് ഹെവനിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ അവൾ ഹെവനിലേക്ക് തന്നെ പോകേണ്ടതല്ലേ എന്ന് ലോങ്കിൻ രാജകുമാരൻ ചോദിക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ പറയുകയാണ്, പക്ഷേ മനുഷ്യരുടെ ലോകം അവൾക്കങ്ങനെ ഭരിക്കാനാകില്ല, അതുകൊണ്ടാണ് ഷീസു ടെമ്പിള് ഷീലിങ്ങിനേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കുന്നത്. ഹെവൻലി ഗോഡിൻ്റെ മകളുടെ സ്ഥാനത്ത് ആർക്ക് വേണമെങ്കിലും നിൽക്കാം, ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പവറുകൾ കിട്ടും, നീ എന്നെ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നീ അനുസരിക്കണം, എന്നാൽ മാത്രമേ എനിക്കും പവർഫുള്ളായിട്ടുള്ള ആ പൊസിഷനിൽ എത്താനും അതിനുശേഷം നിന്നെയും പവർഫുൾ ആക്കാനും സാധിക്കുകയുള്ളൂ. ശേഷം അവൻ്റെ ഹൃദയത്തിലെ പൂവ് ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശക്തി ഉപയോഗിച്ച് എടുത്തിട്ട് പറയുകയാണ്, ഇത് നിന്റെ നേറ്റൽ ഓബ്ജക്റ്റ് ആണ്, ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്ത് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇത് ഞാൻ നിനക്ക് തരാം. നീ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നതെന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കരങ്ങളിലാണ്. ടെമ്പിൾ മാസ്റ്റർ ആ ഒരു അവസ്ഥയിലാണെങ്കിലും കുറേയൊക്കെ ശക്തിയുണ്ട്, നിനക്ക് ഷീഷു ടെമ്പിളിലേക്ക് തിരികെ വരാനൊന്നും താല്പര്യമുണ്ടാകില്ല, കാരണം ഞാനിപ്പോൾ ഒരു മുടന്തനാണല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ ചരിത്രം നമുക്ക് മാറ്റി എഴുതാം. ശരി, നിങ്ങൾ പറയുന്നത് എന്തും തന്നെ ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലോങ്കിൻ രാജകുമാരൻ അവിടെ നിന്ന് പോകുന്നു.
ലോക്കിൻ രാജകുമാരൻ പോയി കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്ററിനെ ശുശ്രൂഷിക്കുന്ന ആ വ്യക്തി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ പറയുകയാണ്, ഞാൻ ലൈറ്റിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഷീലിംഗിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ സ്ത്രീയിൽ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തി ചോദിക്കുകയാണ്, അപ്പോൾ അവൾ ഹെവൻലി ഗോഡിൻ്റെ മകളല്ലേ? ടെമ്പിൾ മാസ്റ്റർ അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഫൂസി ഹെവനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോടാണ്? ഇനിയിപ്പോൾ അവൾ ഹെവൻലി ഗോഡിൻ്റെ മകളാണെന്നിരിക്കട്ടെ, ഹെവനിലേക്ക് തിരികെ പോകാൻ സാധിക്കാത്ത അവളെ ഹെവൻലി ഗോഡിൻ്റെ മകളായിട്ട് നമ്മൾക്ക് എങ്ങനെ കണക്കാക്കാൻ സാധിക്കും? അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥ വെളിച്ചത്തെയാണ്, അല്ലാതെ ആ സ്ത്രീയെ അല്ല. അവൾക്ക് സ്വർഗം തുറന്ന് സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നതിന് എൻ്റെ മകൻ തന്നെ വേണം. പക്ഷേ തീർച്ചയായും അവൾ ഇതിൽ പരാജയപ്പെടും. അക്കാദമി അവളെ തടയും. അക്കാദമി അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതിൽ പരാജയപ്പെടും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ പറയുന്നുണ്ട്, അവൾ ഹെവനിലേക്ക് തിരികെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പവർഫുൾ ആയിട്ട് തീരും. പിന്നെ ഈ ലോകം മുഴുവനും അവളുടെ കൺട്രോളിലാകും. അവളെ തടയുന്നതിന് വേണ്ടി നമ്മളും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവളെ കൊല്ലാൻ പോലും തയ്യാറാകും. പിന്നെ നിനക്ക് ഒരു മരക്കൊമ്പ് എടുത്തിട്ട് സാങ്സാങ് ആണെന്ന് കരുതി അതിനോട് സംസാരിക്കുന്നതായി കാണിക്കുന്നു. നീ എന്നെ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയാണോ പിപിയെ തടവറയിലാക്കിയത്? നീ ഓർക്കണം, അവൻ കാരണമാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. അവൻ്റെ ആ മരുന്ന് കാരണം. അതൊക്കെ നീ മറക്കരുത്. അവന് കൊടുത്ത വാക്കൊക്കെ നീ മറന്നു പോയാലും അത് ഞാൻ പാലിക്കും. സാങ്സാങ് അപ്പോൾ ഇതേ സമയം ഹെവൻലി ഗോഡിൻ്റെ മകളോട് ആ കഥയൊക്കെ പറയുമ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, അതൊക്കെ നിനക്ക് മറന്നുകൂടെ? അതിനുശേഷം സാങ്സാങ്ങിനെ അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കിക്കൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ഹെവൻലി ഗോഡിൻ്റെ മകൾ. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.